ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പോണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇതിന് വേണ്ടി ഒരു ടബ് വേണം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. നമുക്ക് നല്ല വിലക്കുറവിന് ഒക്കെ കിട്ടും ഇത്. നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു പോണ്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ പോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പോട്ടാണ്. ഇത്രയും വലിയ പോട്ടൊന്നും വേണമെന്നില്ല, ചെറിയ പോട്ടായാലും മതി. നമുക്കിപ്പോൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്താണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം മീനിനെയൊക്കെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെടികളും ഒക്കെ ആയിട്ട് കല്ലുമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പോണ്ടാണ്. നമുക്ക് പോണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ ഇതുപോലെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ടബ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പോണ്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു നൂൽക്കമ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നൂൽക്കമ്പി വെച്ചിട്ട് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ കേബിൾ വയർ ഉണ്ടെങ്കിൽ അതാണേലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇത് ഇങ്ങനെ വേണേലും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതുപോലെ 3-4 എണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ നൂൽക്കമ്പിയായത്. അപ്പോൾ നമുക്ക് ഈ നൂൽക്കമ്പി ദാണ്ട് ഇതുപോലെ ഇങ്ങനെ സൈഡ് വെച്ച് കൊടുത്തിട്ട് ഇതിന് സൈഡിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും. അപ്പോൾ ഇത് ഈ വയറെന്ന് പറയുന്നത് എങ്ങനെ വേണേലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ബേസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ ഈ നൂൽക്കമ്പി വെച്ച് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പ്ലാന്റ്സ് ഇറക്കി വെച്ച് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് ഗാർഡൻ സോയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നെ. കുറച്ച് മണ്ണ് മതി, ഒത്തിരി വേണ്ട. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വാട്ടർ പ്ലാന്റ്സ്, ഇത് നമ്മുടെ പെനിവേർട്ടാണ്, അതുപോലെ തന്നെ വാട്ടർ റോസ്. പിന്നെ നമ്മുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നടാം. നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് നടാമേ. എന്താണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്? ഗാർഡൻ സോയിൽ ഇട്ടതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കല്ല് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെള്ളമൊക്കെ പെട്ടെന്ന് അഴുക്കാകാതിരിക്കാൻ നല്ലതാണ്. കാണുമ്പോഴും ഒരു നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെക്കുന്ന ലക്കി ബാമ്പൊക്കെ വെള്ളത്തിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെടി ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വെക്കുന്നത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ഇല്ലേ, അതാണെങ്കിലും എളുപ്പത്തിൽ വെള്ളത്തിൽ വളരും. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് പല പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിങ്കോണിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടും. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിതുപോലെ എളുപ്പത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ വെക്കുന്നത് മണി പ്ലാന്റ് ആണ്. അതും നമുക്ക് നല്ലതായിട്ട് പിടിച്ച് കിട്ടും. മണി പ്ലാന്റ് ഇപ്പോൾ ഒത്തിരി വെറൈറ്റികളുണ്ടല്ലോ. ഇപ്പോൾ സിങ്കോണിയം വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കണ്ണാടി ചെടിയും കൂടെ വെക്കുന്നുണ്ട്. കണ്ണാടി ചെടിയാണെങ്കിലും വെള്ളത്തിൽ നല്ലതായിട്ട് വളരും. അപ്പം ഇതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് പിന്നെ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഇടാം. അപ്പം നല്ല എളുപ്പത്തിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഇടുവാണേ. കുറച്ചെണ്ണത്തിനെ എടുത്തോളൂ. കുറച്ചെണ്ണം വേറൊരു പോണ്ടിനകത്ത് കിടക്കുക. അതും ഇനിയും ക്ലീൻ ചെയ്യേണ്ട. അതും ഇതുപോലെ പെട്ടെന്ന് അഴുക്കാവും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് പോണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു പോണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു പോണ്ട് സെറ്റ് ചെയ്യാം. അപ്പം ചെടികളുമൊക്കെ വെച്ച് ഇതുപോലെ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.